നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സിദ്ദിഖിന് തിരിച്ചടി, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. നടിയുടെ പരാതിയിലാണ് സിദ്ദിഖ് കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. തന്നെ ഹോട്ടൽ മുറിയിലെത്തിച്ച് ഉപദ്രവിച്ചു എന്നായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതി. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും സിദ്ദിഖ് അറിയിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സിദ്ദിഖ് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷം അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുവാൻ നടൻ സിദ്ദിഖ് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷം അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് അഭിഭാഷകർ അറിയിച്ചു. അറസ്റ്റിന്റെ സജീവ സാധ്യത നിലനിൽക്കെയാണ് നടപടി. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുപ്പതി ലഡുവിന് ശുദ്ധമല്ലാത്ത നെയ്യ് ഉപയോഗിച്ചിട്ടില്ല. തിരുമല തിരുപ്പതി ദേവസ്ഥാനം റിപ്പോർട്ട് നൽകി. തിരുപ്പതിയിൽ ലഡു നിർമ്മാണത്തിന് ശുദ്ധമല്ലാത്ത നെയ്യ് ഉപയോഗിച്ചിട്ടില്ലെന്ന് TTD റിപ്പോർട്ട്. ജൂലൈ 6-നും 15-നും ദിണ്ടിക്കലിൽ നിന്നെത്തിയ നെയ്യ് ഉപയോഗിച്ചില്ല. സംശയം തോന്നിയതിനാൽ 4 ടാങ്കറിലെയും നെയ്യ് മാറ്റിവെച്ചു. ലാബ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നെയ്യ് തിരിച്ചയച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ആന്ധ്ര മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് സ്ഥിരീകരണമുള്ളത്. അമ്മ അഡ്ഹോക് കമ്മിറ്റിയിൽ ജഗദീഷിന് അതൃപ്തി, വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി. താരസംഘടന അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും നടൻ ജഗദീഷ് ഒഴിവായി. താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലെ അതൃപ്തി അറിയിക്കാനാണ് ജഗദീഷ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചതെന്നാണ് വാർത്തകൾ പരന്നത്. എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വാട്സാപ്പ് ഗ്രൂപ്പ് പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടേത് ആയതിനാലാണ് താൻ ഗ്രൂപ്പിൽ നിന്നിറങ്ങിയതെന്നും ജഗദീഷ് പറഞ്ഞു. തൃശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്നു. പിന്നാലെ ആംബുലൻസ് വിളിച്ചുവരുത്തി മൃതദേഹം ഉപേക്ഷിച്ചു. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊന്ന് ആംബുലൻസിൽ തള്ളി. കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത്. കാറിലെത്തിയ സംഘം അരുണിനെ മർദ്ദിച്ചു കൊന്ന ശേഷം അപകടമാണെന്ന് വരുത്തി ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. സംഭവത്തിൽ കണ്ണൂർ സ്വദേശിയായ ഐസ് ഫാക്ടറി ഉടമയെ പോലീസ് തിരയുകയാണ്. കണ്ണൂർ സ്വദേശികളായ 3 പേരാണ് പ്രതികളെന്ന് പോലീസ് അറിയിച്ചു. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പെയ്സ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പെയ്സ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ലൈഫ് പദ്ധതിയെ ബാധിച്ചെന്ന് MP രാജേഷ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതാണ് ലൈഫ് പദ്ധതിയെ ഉൾപ്പെടെ ബാധിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഹഡ്കോ വായ്പാ പരിധി തീർന്നെങ്കിലും പദ്ധതി സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും. കടുത്ത വെല്ലുവിളികൾക്കിടയിലും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച മുന്നേറ്റമാണ് പദ്ധതിക്കുണ്ടായത്. കേന്ദ്ര പദ്ധതി സംസ്ഥാനത്തോട് തുടരുന്ന അവഗണന അവസാനിപ്പിച്ചാൽ കൂടുതൽ കുടുംബങ്ങൾക്ക് സഹായകരമാകും. 2 ലിസ്റ്റുമായി 13 ലക്ഷം ഭവനരഹിതർ സംസ്ഥാനത്ത് ഇപ്പോഴുമുണ്ടെന്ന കണക്ക് പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
ബലാത്സംഗ കേസ് മുകേഷിനെ പ്രത്യേകാന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ബലാത്സംഗ കേസിൽ നടനും MLAയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിലാണ് AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മുകേഷിനെ ചോദ്യം ചെയ്യുന്നത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. യുദ്ധത്തിന് എത്രയും വേഗം പരിഹാരം കാണും. സെലൻസ്കിക്ക് വീണ്ടും ഉറപ്പു നൽകി നരേന്ദ്രമോദി. US സന്ദർശനത്തിനിടെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് എത്രയും വേഗം പരിഹാരം കാണുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായി മോദി ആവർത്തിച്ചു. ഒരു മാസത്തിനുള്ളിൽ മോദിയും സെലൻസ്കിയും തമ്മിൽ നടക്കുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത്. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. സംസ്ഥാനത്തെ സ്വർണ്ണവില തുടർച്ചയായി കുതിച്ചുയരുകയാണ്. സർവകാല റെക്കോർഡിലാണ് ഇന്ന് സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 56,000 രൂപയിലാണ് സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം നടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലൂടെയാണ് കടന്നുപോയത്. 1 ഗ്രാം സ്വർണ്ണത്തിന് 7,000 രൂപയാണ് ഇന്നത്തെ വില. വെള്ളി ഗ്രാമിന് 98 രൂപയും കിലോഗ്രാമിന് 98,000 രൂപയുമാണ് ഇന്നത്തെ വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.